ലോൻ്റെ സാധനം കോപ്പി അടിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം പിടിക്കും. മനസ്സിലാവണ്ടേ? മിക്കോട് നടക്കണം എന്താ വെല്ലോൻ്റെ സാധനം കോപ്പി അടിക്കും. SEO ചെയ്യുന്നതിന്റെ ഒരു കോർ ഏരിയയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു. റൈറ്റ്. അതില് ഇപ്പോ പറഞ്ഞ പോലെ ഇൻഹൗസ് സ്റ്റാഫിന് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നും പറഞ്ഞു. വൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻഹൗസ് സ്റ്റാഫിന് വെക്കുന്ന നല്ലത്. നമ്മൾ ഒരു SEO ചെയ്യുന്ന ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം സ്കിൽസ് ആണ് നമ്മളൊന്ന് ചെയ്യാം? മെയിൻലി SEO നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർക്ക് ബേസിക് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് എന്താ പറയുക, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയുമെന്ന് പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് വെബ്സൈറ്റും SEO ഫ്രണ്ട്ലി അല്ല. 700 ദിർഹംസ് മുതൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ 600 ദിർഹംസ് മുതൽ വെബ്സൈറ്റ് ചെയ്തുതരാമെന്ന് പറഞ്ഞാൽ 499 പരസ്യങ്ങൾ കാണാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നെറ്റിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? എവിടെ എഫക്റ്റ് ആവില്ല. SEO ഫ്രണ്ട്ലി ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി അതെ ഇപ്പോൾ ഓരോ പേജിനും അതിന് പ്രത്യേകതകളുണ്ട്. ഒരു കീവേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ മാക്സിമം 10 താഴെ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ ഗൂഗിൾ എന്ത് ചെയ്യും? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. മനസ്സിലാവണ്ട? അതും എങ്ങനെ ഓർഗാനിക് ആയിരിക്കണം. എങ്ങനെ ഓർഗാനിക്? CCTV ഇൻസ്റ്റോളേഷൻ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അബുദാബിയിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന ക്വിക്നെറ്റ് കമ്പ്യൂട്ടേഴ്സ് CCTV ഇൻസ്റ്റോളേഷനിൽ ബെസ്റ്റാണ്. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ അബുദാബിയിലുള്ളൊരു കസ്റ്റമറായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ആ CCTV ഇൻസ്റ്റോളേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്വിക്നെറ്റ് കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞു തരും. ആ CCTV ഇൻസ്റ്റോളേഷൻ എന്നുള്ളത് ഓർഗാനിക് ആക്കേണ്ട ആവശ്യകത ഇമ്പോർട്ടൻ്റ്. ഇത് ഓർഗാനിക് അല്ല. എന്താ വെച്ചാൽ മിക്കവരും ചെയ്യുന്നത് എന്താ? കോപ്പി പേസ്റ്റ്. പ്ലേഗരിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതായത് വെല്ലോൻ്റെ സാധനം കോപ്പി അടിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം പിടിക്കും. മനസ്സിലാവണ്ടേ? മിക്കോട് നടക്കണം എന്താ? വെല്ലോൻ്റെ സാധനം കോപ്പി അടിക്കും. എന്നിട്ട് അടുത്താണ് നമ്മൾ എന്ത് ചെയ്യണം? ChatGPT പോലെ ജെമിനിനെ പോലത്തെ ChatGPT ജെമിനിയും തരുന്ന വെല്ലോടൊന്നും കോപ്പി അടിച്ച് വരുന്ന സാധനമാണ്. ഇവിടെ എന്താണ്ടാവണേ? അത് ഇട്ട് കഴിയുമ്പോൾ ഓണർ നോക്കുമ്പോൾ ഇവൻ പണിയെടുക്കുന്നുണ്ട്. കോപ്പി പേസ്റ്റാ. ഈ കോപ്പി പേസ്റ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് ഓർഗാനിക്കായിട്ട് കയറില്ല. അത് ഓർഗാനിക്കായിട്ട് കയറണമെങ്കിൽ കണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ആൾക്ക് ഉണ്ടാവണം. കണ്ടന്റ് റൈറ്റിംഗ് എഴുതാൻ ആദ്യം നമ്മുടെ സർവീസ് എന്താണെന്ന് അറിയണം. ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്ലേഗറിസത്തിന് ടൂൾ ഉണ്ട്. പ്ലേഗറിസം ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മൾ അപ്പുറം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇത് ഓൾറെഡി പല വെബ്സൈറ്റിൽ ഇത് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗൂഗിൾ മാപ്സിലെ റിവ്യൂവിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഗൂഗിൾ മാപ്സിൽ വരുന്ന റിവ്യൂസിനനുസരിച്ചാണ് നമ്മൾ മാപ്പിലെ പ്രസൻറ്റേഷൻ, ഗൂഗിളിലെ പ്രസൻസ് നമ്മൾ ഭയങ്കരമായിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. ബാക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് വെബ്സൈറ്റുകളിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബാക്ക് ലിങ്ക്സ് ചെയ്യാനുള്ളത് നോളജ് ഉണ്ടായിരിക്കണം. SEOന് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം. ബേസിക് നോളജ് നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് വേഡ് പ്രസ് ആണ് ചെയ്യണമെങ്കിൽ വേഡ് പ്രസ്സിൽ നോളജ് ഉണ്ടായിരിക്കണം. HTML ആണ് ചെയ്യണമെങ്കിൽ HTML നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ട് ചില വെബ്സൈറ്റൊക്കെ ലോഡ് ആവാൻ തന്നെ സമയം എടുക്കും. ഇതെവിടെ ഹോസ്റ്റ് ചെയ്തേക്കണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ കൊണ്ടിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യും, US കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യും. ഇവിടെ യൂസ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പൈസ നോക്കി പോണതാ. ചെറിയ പൈസക്ക് വേണ്ടി പോകുന്ന. ഇവിടെ സെർച്ച് എഞ്ചിൻ ഇവിടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദുബായിൽ അവൈലബിൾ ആണ്, അബുദാബിയിൽ അവൈലബിൾ ആണ് ഹോസ്റ്റിംഗ് സർവീസസ്. അതിനകത്തേക്ക് പോവാതെ ഇനി നിങ്ങൾക്ക് US തന്നെ ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് ചെയ്തോ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്ലെയർ എന്താ പറയുക, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് സ്പീഡ് കൂട്ടാനായിട്ട്. സ്പീഡ് കൂട്ടാന്ന് വെച്ചാൽ ക്യാഷെ വെച്ചിട്ട് കളിക്കുന്ന ഒരുപാട് പരിപാടി ഉണ്ട്. W3 ക്യാഷെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പീഡ് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. ഈ ടൂളുകൾ ഉപയോഗിക്കണം. ആ ടൂളുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ SEOൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ.